ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശം. എന്നാൽ ഇവിടെ ഈ നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തു കളയാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനുള്ള ടൂളുകളാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും. സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുള്ളത്. ആ പോരാട്ടം നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ കഴിയും. ഈ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും ഇടതുപക്ഷത്തിന്റെ സമീപനവുമാണ് ഉള്ളത്. ജനങ്ങൾ ഇവിടെ തിരിച്ചറിഞ്ഞു. ഈ പോരാട്ടം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാരുണ്ട്. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഇവരുടെ മുന്നിൽ വിട്ടുമടക്കില്ല, നിശബ്ദരാകുകയില്ല. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹം. സംസ്ഥാന സർക്കാർ ശ്രമിച്ച കാര്യം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗമായാണ് ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിലെ നാടിന്റെ പ്രതിപക്ഷമടക്കമുണ്ടായി. എല്ലാവരും ആ സംഗമത്തിൽ പങ്കുചേർന്നു. നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ വികാരം അത് ഈ നിയമത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒന്നായി ആ സംഗമം മാറി. അതിന് തുടർച്ചയായി നിരവധി പ്രദേശങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഭരണഘടനാ സംരക്ഷണ യോഗങ്ങളോ. എല്ലാറ്റിനും വലിയ പങ്കാളിത്തമായി നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വെമ്പുന്ന ജനങ്ങൾ അവിടെ കൂട്ടമായി ഒഴുകിയെത്തി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതോടൊപ്പം തന്നെ ഇവിടെ RSS അജണ്ട നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നടത്തുന്ന നിലയുണ്ടായി. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും അവസാനിച്ചില്ല. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു. ആ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഈ കാര്യത്തിലുള്ള പ്രമേയം, ഈ നിയമത്തിലുള്ള പ്രതിഷേധം ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം നിയമസഭ ഏകണ്ഠമായി അംഗീകരിച്ചു. ഇതെല്ലാം ആദ്യം ചെയ്തത് നമ്മളാണ് എന്നോർക്കുക. ഒരു നിയമസഭ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായത് കേരള നിയമസഭയാണ്. അവിടെയും നിർത്തിയില്ല. രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി കത്തയച്ചു. ഈ കാര്യത്തിൽ നാം എല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ഇത് മതനിരപേക്ഷത നടത്തുന്ന നീക്കമാണ്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കത്തുകളയച്ചു. മാത്രമല്ല, ഇതൊരു നിയമമായതുകൊണ്ട്, അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ ഫയൽ ചെയ്തു. അതും ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ആദ്യം കേരള സർക്കാരാണ് ആ നടപടി എടുക്കുന്നത്. നമ്മുടെ അതിനുശേഷം നടന്നിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ പലരും പങ്കാളികളായിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലായിരുന്നു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമ്മുടെ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മനുഷ്യ ചങ്ങല കൊടുത്തു. അതിന് ജനങ്ങൾ ഒഴുകിയെത്തുകയും കേരളത്തിന്റെ വികാരം പ്രകടിപ്പിക്കുന്നതിന് ഏകോദര സഹോദരങ്ങളാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ആ മനുഷ്യ ചങ്ങലയിലൂടെ രാജ്യത്തിലും ലോകത്തിനു മുന്നിലും കേരളം എന്ന സംസ്ഥാനം അവതരിപ്പിച്ചത്. ഇവിടെ എന്തിനാണ് ഇത്രയും നടപടികൾ നാം സ്വീകരിച്ചത്? ഒന്നിനു പുറകെ ഒന്നായി പല നടപടികൾ. രാജ്യത്തെ അവസ്ഥ നാം കാണുന്നത്
ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം, അതിന്റെ ഭാഗമായി ഭയത്തിൽ ആശങ്കയിൽ ഉത്കണ്ഠയിൽ ഭീതിയിൽ കഴിയുന്ന ലക്ഷോപലക്ഷമല്ല കോടാനുകോടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നു. എന്താകും ഭാവി? തലമുറകളായി ഈ മണ്ണിന്റെ സന്തതികൾ, അവർക്ക് വല്ലാത്ത ആശങ്കയും ഭീതിയും വരും. ആ ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഭീതിയിൽ കഴിയുന്ന, ആശങ്കയിൽ കഴിയുന്ന ജനകൂടികളോട് നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു കേരളം ആ ഘട്ടത്തിൽ നടത്തിയത്. അതും നമ്മുടെ അനുഭവത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗമായി വേറൊരു കാര്യവും കൂടി ഓർത്തു പോകുന്നത് നാം നല്ലതാണ്. അതും ഓർക്കേണ്ട ഘട്ടമായതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.